ഇന്ന് ഏറ്റവും കൂടുതൽ വിഷാദരോഗത്തിന് മരുന്ന് കഴിക്കുന്നവർ ആത്മീയ കേന്ദ്രത്തിലാണുള്ളത്. ആവേശം കൊണ്ട് ശാന്തിയും സമാധാനവും തേടി ആത്മീയ കേന്ദ്രത്തിൽ പോയവർ അശാന്തിയുടെ കയ്പ് നീര് നുകർന്ന് വിലപിച്ച് കഴിയേണ്ടി വരുന്നു. വലിയ ആവേശം കൊണ്ട് ഇതിലേക്ക് എടുത്തു ചാടി കുറച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളറകൾ തിരിച്ചറിയുക. അപ്പോഴേക്കും ഡിപ്രഷനിൽ ആയിരിക്കും. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒരു മലയാളി, അയാൾക്ക് നോർത്ത് ഇന്ത്യയിൽ ഒരു കമ്പനിയിൽ നല്ല ജോലിയായിരുന്നു. അയാൾക്ക് 3-4 ഭാഷകൾ അറിയാം. അയാൾ ആത്മീയ കേന്ദ്രത്തിലേക്ക് ജോലി രാജിവെച്ച് ചേർന്നു. കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ അയാൾ കടുത്ത വിഷാദിയായി. മരുന്ന് കഴിച്ച് അയാളുടെ ഓർമ്മശക്തിയും എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ ഇതെല്ലാം അറിഞ്ഞ് വീട്ടുകാർ അയാളെ കൂട്ടിക്കൊണ്ടുപോയി. കുറച്ചു കാലം വീട്ടിൽ നിന്നപ്പോൾ അയാളുടെ രോഗമൊക്കെ കുറച്ച് ഭേദമായി. പിന്നെ ജോലിയൊന്നുമില്ലാതെ വീട്ടിലിങ്ങനെ ബോറടിച്ച് കഴിയുമ്പോൾ അയാൾ വീണ്ടും ആത്മീയ കേന്ദ്രത്തിലേക്ക് തിരിച്ചുപോയി. ഒരു മാസം കഴിയുന്നതിന് മുമ്പേ അയാൾ പഴയ പോലെയായി. ഇപ്പോൾ അയാൾ ജീവശവമായിട്ട് കഴിയുകയാണ്. അതുപോലെ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്ന ഒരാൾ, അയാൾക്ക് അമേരിക്കയിൽ ഒരു കമ്പനിയിൽ നല്ല ജോലി ഉണ്ടായിരുന്നു. അയാളും ആവേശം കൊണ്ട് ജോലിയൊക്കെ രാജിവെച്ച് ആത്മീയ കേന്ദ്രത്തിൽ ചേർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിപ്രഷൻ കൂടി. മരുന്ന് കഴിച്ച് അയാളും ഈ പറഞ്ഞ ആളുടെ അവസ്ഥയിലായി. പിന്നെ വീട്ടുകാർ കൂട്ടിക്കൊണ്ടുപോയി. അയാൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ കഴിയുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇങ്ങനെ 1 10 100 കണക്കിന് കേസുകളാണ്. ഈ ഡിപ്രഷൻ ആകുന്നത് കൊണ്ടാണ് ആത്മീയ കേന്ദ്രങ്ങളിൽ ആത്മഹത്യകളും പെരുകുന്നത്. ഇനിയുള്ള യുവതലമുറ ഇതിലേക്കൊന്നും പെട്ടുപോകാതെ വളരെയധികം ശ്രദ്ധിക്കണം. മാതാപിതാക്കളും ശ്രദ്ധിക്കണം. വലിയ അപകടമാണ് ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത്.